നമസ്കാരം. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ തെരുവിൽ കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവ്. ഗർഭിണിയടക്കം 3 സ്ത്രീകൾക്ക് കുത്തേറ്റു. അക്രമിയെ നാട്ടുകാരും ഡ്യൂട്ടിയിലായിരുന്ന പോലീസുകാരും ചേർന്ന് സാഹസികമായി പിടികൂടി. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിനെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി നഗരമധ്യത്തിൽ യുവാവിന്റെ ദാരുണമായ കത്തിയാക്രമണം. നഗരത്തിലെ പോർട്ട് ക്ലിജി മേഖലയിൽ പകൽ സമയം വൻ ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ചാണ് 2 വലിയ കത്തികളുമായി എത്തിയ 31കാരൻ വഴിപോക്കരായ സ്ത്രീകൾക്ക് നേരെ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടത്. ആക്രമണത്തിൽ ഗർഭിണിയായ യുവതി ഉൾപ്പെടെ 3 പേർക്ക് മാരകമായി പരിക്കേറ്റു. 19, 24, 36 വയസ്സ് പ്രായമുള്ള യുവതികൾക്കാണ് ആക്രമണത്തിൽ കുത്തേറ്റത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഓടിക്കൂടിയ നാട്ടുകാരും ഡ്യൂട്ടിയില്ലാതിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്ന് സാഹസികമായാണ് ആക്രമിയെ കീഴടക്കിയത്. നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതിക്ക് കടുത്ത മാനസിക അസ്വസ്ഥതകൾ ഉള്ളതായാണ് സൂചന. അക്രമം നടന്നയുടൻ തന്നെ അത്യാഹിത വിഭാഗം സ്ഥലത്തെത്തുകയും ഗുരുതരമായി പരിക്കേറ്റ യുവതികളെ പാരീസിലെ പ്രമുഖ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പരിക്കേറ്റവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായിരുന്നെങ്കിലും നിലവിൽ ജീവന് ഭീഷണിയില്ലെന്ന് ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ലോറന്റ് ന്യൂനസ് ഔദ്യോഗികമായി വ്യക്തമാക്കി. യുവതികളിൽ ഒരാളുടെ അടിവയറ്റിലും മറ്റൊരാളുടെ പുറത്തുമാണ് കുത്തേറ്റത്. പരിക്കേറ്റ യുവതിയുടെ നില ഇപ്പോഴും ആശങ്കാജനകമായി തുടരുന്നുണ്ട്. സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നീണ്ട കറുത്ത മുടിയും ബേജ് നിറത്തിലുള്ള വസ്ത്രവും ധരിച്ച അക്രമി 2 കൈകളിലും മൂർച്ചയേറിയ കത്തികളേന്തി ആൾക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതിനിടയിൽ ദൂരേക്ക് മാറി യുവതിയുടെ അടുത്തേക്ക് ഓടിയെത്തി കത്തികൊണ്ട് കുത്താൻ ശ്രമിക്കുന്ന ഭീതിജനകമായ രംഗങ്ങളും പുറത്തുവന്ന വീഡിയോയിലുണ്ട്. എന്നാൽ ഈ സമയത്ത് ധൈര്യപൂർവ്വം രംഗത്തിറങ്ങിയ നാട്ടുകാർ കസേരകളും ട്രോളി ബാഗുകളും ഉപയോഗിച്ച് അക്രമിയെ പ്രതിരോധിക്കുകയായിരുന്നു. ഒരു ഹോട്ടലിലെ ജീവനക്കാരനും ലഗേജ് ബാഗുമായി വന്ന ഒരു യുവാവും ചേർന്ന് അക്രമിയെ അടിച്ചു വീഴ്ത്തുകയും തുടർന്ന് ഡ്യൂട്ടിയിൽ അല്ലാതായിരുന്നു എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാളെ പൂർണ്ണമായും കീഴടക്കി പോലീസിന് കൈമാറി. സ്ത്രീകളെ കൊലപ്പെടുത്താൻ അള്ളാഹു എന്നെ അയച്ചതാണ് എന്ന് അക്രമി ഉറക്കെ വിളിച്ചു പറഞ്ഞതായി അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാനസിക നില തെറ്റിയ രീതിയിലാണ് പ്രതി സംസാരിച്ചത് എന്നാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്. ആഭ്യന്തരമന്ത്രി ഇത്തരമൊരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും കൃത്യമായ അന്വേഷണത്തിന് മുമ്പ് സംഭവത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് നിഗമനങ്ങൾ എത്തരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നിലവിൽ ഭീകരാക്രമണ വിരുദ്ധ അന്വേഷണ ഏജൻസികൾ കേസ് നേരിട്ട് ഏറ്റെടുത്തിട്ടില്ലെങ്കിലും പാരീസ് പ്രോസിക്യൂട്ടർ ഓഫീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സുരക്ഷാ മുൻകരുതലുടെ ഭാഗമായി സംഭവസ്ഥലത്തിന് സമീപമുള്ള പ്രധാന ട്രാം സ്റ്റേഷൻ താൽക്കാലികമായി അടച്ചുപൂട്ടി. വഴിപോക്കരായ പൗരന്മാരും പോലീസുകാരനും കാണിച്ച ധീരതയെ പാരീസ് ഭരണകൂടം പരസ്യമായി പ്രശംസിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജർമ്മനിയിലെ ബെർലിനിൽ നടന്ന പ്രൈഡ് പരേഡിന് നേരെ വാഹനം ഓടിച്ചു കയറ്റിയ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ദാരുണ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് സമാനമായ ആക്രമണം പാരീസിലും നടക്കുന്നത്.